ഉറൂസിന് വേണ്ടി അള്ളാഹു നമുക്ക് നൽകിയ ആയുസിനെയും സമ്പത്തിനെയും നിങ്ങളുടെ ഊർജത്തെയും വിലപ്പെട്ട സമയത്തെയും ചെലവഴിക്കുന്ന ആളുകൾ. ഈ ഒരു 6ഓളം ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താണ്. ഇത് അള്ളാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറഞ്ഞത്. നോക്കൂ, ഒന്ന് പ്രവാചകരുടെ പ്രാർത്ഥന, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഐദ, അള്ളാഹുവെ എന്റെ ഖബറിനെ ഉറൂസിന്റെ കേന്ദ്രമാക്കല്ലേ. പ്രവാചകരുടെ പ്രാർത്ഥനയാണ്. അതായത് ആഘോഷ കേന്ദ്രമാക്കല്ലേ. ആഘോഷിക്കുന്ന കേന്ദ്രമാണ് ഇന്ന് ഉറൂസ് അല്ലെ. എന്നാൽ അള്ളാഹിന്റെ റസൂലിന്റെ പ്രാർത്ഥനയാണ് ലോകത്തിന്റെ പ്രവാചകരുടെ പ്രാർത്ഥന. പ്രവാചകരുടെ ഖബറിനെ ഉറൂസിന്റെ കേന്ദ്രമാക്കരുത് എന്ന് പറയുമ്പോൾ ഇനി മറ്റൊരു ഖബറിനെയും ഉറൂസിന്റെ കേന്ദ്രമാക്കാനുള്ള അവകാശം നമുക്കില്ല. അടുത്തത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസ് നോക്കൂ, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, അള്ളാഹുവെ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ. ഖബർ ആരാധിക്കപ്പെട്ടാൽ, ഖബറാളികളോട് വിളിച്ചു തേടിയാൽ ഖബർ ബിംബമായി മാറും. ആ ഹദീസിൽ കിട്ടുന്ന മറ്റൊരു ആശയമാണ്, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ. പ്രവാചകരുടെ പ്രാർത്ഥനയാണ് ഇന്ന് ഉറൂസിന്റെ കേന്ദ്രങ്ങളിൽ നടക്കുന്നത്. ഇസ്തിഗാസ, തവസ്സുൽ എന്നും പറഞ്ഞ് ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയാണ് ഖബറിനെ സമീപിക്കുന്നത്. ഇത് പ്രവാചകർ ഇതിനെതിരെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. 2. മൂന്നാമതായി നോക്കൂ, കെട്ടി ഉയർത്തപ്പെട്ട ഖബറാണല്ലോ ഇന്ന് ഉറൂസിന്റെ കേന്ദ്രങ്ങളിൽ ഉള്ളത്. അതിനെ എന്ത് ചെയ്യണമെന്ന് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസ്, അൻ അബി ഹയ്യാജുൽ അസദി ഖാല, അതായത് ഹയ്യാജുൽ ഹസദി എന്ന താബി പണ്ഡിതനോട് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, അലാ അബ്അസുക അലാ മാ ബഅസനി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് നിയോഗിച്ച കാര്യം ഞാൻ താങ്കളോട് നിയോഗിക്കുകയാണ്. എന്താണ് പ്രവാചകർ പറഞ്ഞത്? അല്ലാ തദ തിംസാലൻ ഇല്ലാ തമസ്തഹു വലാ ഖബ്റൻ മുസ്രിഫൻ ഇല്ലാ സവൈതഹു, കെട്ടി ഉയർത്തപ്പെട്ട ഒരു ഖബറിനെയും ഒരു വിഗ്രഹത്തെയും നീ പൊളിച്ച് നിരപ്പാക്കാതെ വിടരുത് അലി. സ്വന്തം മരുമകനോട് കൊടുക്കുന്ന വസിയത്താണ്. ഇതേ വസിയത്തിനെയാണ് അലി ഇബ്നു അബി ത്വാലിബ് അടുത്ത ഭരണാധികാരിയായ ഹയ്യാജുൽ അസദി എന്ന താബി പണ്ഡിതന് കൈമാറുന്നത്. ഇത് നമുക്കുള്ള താക്കീതാണ്. 3. ഇനി 4. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് വിട പറയുന്ന അവസാന വേളയിൽ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കടന്ന് പറയുന്നത്, ലഅനല്ലാഹു യഹൂദ വൻ നസാറ, ജൂത നസാറാക്കൾക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടായ ആയിഷ. എന്തുകൊണ്ട്? ഇത്തഖദു ഖുബൂറ അംബിയാഇഹി മസാജിദ, അവരവരുടെ അംബിയാക്കളുടെ, അവരിലേക്ക് നിയോഗിച്ച അംബിയാക്കളുടെ ഖബറിനെ ആരാധന കേന്ദ്രമാക്കി, പ്രാർത്ഥനയുടെ കേന്ദ്രമാക്കി, സുജൂദിന്റെ കേന്ദ്രമാക്കി. ഇതാണ് ഇന്ന് ഉറൂസിന്റെ കേന്ദ്രങ്ങളിൽ നടക്കുന്നത്. നോക്കൂ, ഇതൊക്കെ ജൂത നസാറാക്കളുടെ ആചാരമാണ് എന്ന് പ്രവാചകരുടെ ഈ ഹദീസിലൂടെയും പ്രാർത്ഥനയിലൂടെയും എത്ര വ്യക്തമാണ്. ഇനി നോക്കൂ, ഈ ഒരു ഹദീസ് പറയാൻ ഒരു കാരണമുണ്ട്, ഇതിനൊരു സബബുൻ നുസുലുണ്ട്, പശ്ചാത്തലമുണ്ട്. അന്ന ഉമ്മ ഹബീബത റളിയല്ലാഹു അൻഹ വ ഉമ്മ സലമത റളിയല്ലാഹു അൻഹ, ഈ 2 സഹാബ വനിതകൾ പിന്നെ ഹബശീനയിലേക്ക് പോയ സമയത്ത് അവിടെ കണ്ട ഒരു കാഴ്ചയെ കുറിച്ച് അള്ളാഹിന്റെ റസൂലിനോട് വന്ന് പറയുന്നുണ്ട്. ഹബശയിൽ വെച്ച് ഒരു ക്രൈസ്തവ ദേവാലയം കണ്ടു. അതിലെന്തുണ്ട്? ഫിഹാ തസാവിറു, അള്ളാഹിന്റെ റസൂലിനോട് ഇവർ പറയാണ്, അതിലെന്ത്? ചിത്രപ്പണികളുണ്ട്, ഒരുപാട് ചിത്രങ്ങളുണ്ട്. ഫദക്കറത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് പറഞ്ഞു, ഇന്ന ഉലൈക ഇദാ കാന ഫീഹിമുർ റജുലു സ്വാലിഹുൻ ഫമാത ബനാ അലാ ഖബ്രിഹി മസ്ജിദ. അതായത് ജൂത നസാറാക്കളുടെ പ്രത്യേകത പറയാണ്, അവരിൽ ആരെങ്കിലും സ്വാലിഹീങ്ങളായ ആളുകൾ മരണപ്പെട്ടാൽ അവരുടെ ഖബറിനെ ആരാധന കേന്ദ്രമാക്കും അവർ. വസവ്വറു ഫീഹി തിൽക സൂറ, അതിൽ ഒരുപാട് ചിത്രപ്പണികളും ഉണ്ടാക്കും. ഫഉലൈക, അക്കൂട്ടരാകുന്നു ശിറാറുൽ ഖൽഖ്, ഏറ്റവും വലിയ നീചന്മാർ, ഏറ്റവും വൃത്തികെട്ടവർ. അവരാകുന്നു ഇൻദല്ലാഹി യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ സന്നിധിയിൽ ഏറ്റവും വൃത്തികെട്ട നീചന്മാരായ വ്യക്തികൾ ആരാണ്? ഖബറിനെ ആരാധനാ കേന്ദ്രമാക്കിയവരാണ് എന്നാണ് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പറയുന്നത്. നോക്കൂ, എത്ര വ്യക്തമാണ്. ഇന്ന് ഉറൂസിന്റെ കേന്ദ്രം ഇത് തന്നെയല്ലേ. അവിടെ വിളിച്ച് ഇസ്തിഗാസ നടത്താനും ആഗ്രഹ സഫലീകരിക്കാനും അല്ലെ, പ്രയാസ പ്രതിസന്ധികൾ അവരോട് പോയി പറയാനും അവരെ മുൻനിർത്തി അള്ളാഹുവിനോട് തേടാനും, ഇങ്ങനെ പലതും പ്രശ്നങ്ങളൊക്കെ അവിടെ പോയി പറഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമായി സാധിച്ചു കിട്ടും എന്ന രൂപത്തിൽ ആഗ്രഹ സഫലീകരിക്കാൻ വേണ്ടി ഖബറിനെ സമീപിക്കുന്നു. ഇത് ആരുടെ പണിയാണ്? ജൂത നസാറാക്കളുടെ പണിയാണ്. അള്ളാഹിന്റെ റസൂൽ മറ്റൊരു 6ാമത്തെ ഹദീസിൽ പറയും, നോക്കൂ, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും മറ്റൊരു സമുദായത്തോട് സാദൃശ്യപ്പെട്ടാൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണ്. ഈ ഉറൂസ് എന്നുള്ളത് ജൂത നസാറാക്കളുടെ ആചാരമാണ്. ഇതൊക്കെ ഹദീസിൽ വ്യക്തമായി വന്ന ഭാഗം അതേ രൂപത്തിൽ പറഞ്ഞു എന്ന് മാത്രം വേണവർക്ക് സ്വീകരിക്കാം, അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് തള്ളിക്കളയാം. എന്നാൽ ഖബർ സിയാറത്തിലെ ഉണ്ട്, സുന്നത്താണ്. അള്ളാഹിന്റെ റസൂൽ ആദ്യ കാലഘട്ടത്തിൽ ഖബർ സിയാറത്ത് നിരോധിച്ചിരുന്നു. എന്തുകൊണ്ട്? ഇത്തരത്തിലുള്ള ഉറൂസിന്റെ കേന്ദ്രം പോലെയുള്ള കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. ഖബറാളികളെ വിളിച്ച് തേടുന്ന, ഖബറിനെ കെട്ടി ഉയർത്തുന്ന, ഖബർ ആരാധിക്കുന്ന ഒരു രീതി ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് പ്രവാചകർ അത് നിരോധിച്ചു. എന്നാൽ ഈമാൻ ഉറച്ചതിന് ശേഷം സഹാബത്തിനോട് പറഞ്ഞു, ഫസൂറുഹ, ഇനി നിങ്ങൾ ഖബർ സന്ദർശിച്ചോളൂ. എന്തിനു വേണ്ടി? ഫഇന്നഹാ തുദക്കിറുക്കുമുൽ ആഖിറ, അത് നിങ്ങളെ പരലോകത്തെ ഓർമ്മപ്പെടുത്തും. ഫഇന്നഹാ തുദക്കിറുക്കുമുൽ മൗത, അത് നിങ്ങളെ മരണത്തെ ഓർമ്മപ്പെടുത്തും. ഇതിനു വേണ്ടിയാണ് ഖബർ സിയാറത്തുള്ളത്. എന്നാൽ ഇന്ന് ഉറൂസിന്റെ കേന്ദ്രങ്ങളിൽ നടക്കുന്നത് പച്ചയായ ശിർക്കാണ്. ആ ഖബറാളിക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കാനോ അവരെ മഗ്ഫിറത്തിന് വേണ്ടി തേടാനോ ആരും പോകാറില്ല. എല്ലാ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയാണ് ഖബറിനെ സമീപിക്കാറുള്ളത്. ഇത് ഇസ്ലാം പഠിപ്പിച്ച സിയാറത്തല്ല, ഇത് ശിർക്കൻ സിയാറത്താണ്. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, സലഫികളോടുള്ള വാശി കൊണ്ട് നിങ്ങൾ ഉറൂസുമായി ഏതെങ്കിലും രൂപത്തിൽ സഹകരിക്കുന്നുണ്ടെങ്കിൽ, അവരോടുള്ള ഒരു വെറുപ്പ് കൊണ്ടാണ് ഉറൂസിന് ആരെങ്കിലും സഹകരിക്കുന്നതെങ്കിൽ തീർച്ചയായും ആ വെറുപ്പ് നമ്മളോടല്ല ഉണ്ടാകുന്നത്, മറിച്ച് അള്ളാഹിന്റെ റസൂലിനോടാണ്, അള്ളാഹുവിനോടാണ്.
അള്ളാഹുവിനോടാണ് നിങ്ങൾ മത്സരിക്കുന്നത്, അള്ളാഹിന്റെ റസൂലിനോടാണ് നിങ്ങൾ എതിർത്ത് നിൽക്കുന്നത്. ഈ ഒരു ഹക്ക് മനസ്സിലാക്കി ഹക്കിലേക്ക് മടങ്ങുക. പരലോകത്ത് ഒരു മുസ്ലിയാക്കളും ഒരു നാട്ടുകാരും ഒരു അയൽപ്പക്കക്കാരും ഇന്ന് കൂടെ ഉണ്ടായ ഒരാൾ പോലും കൂട്ടിനില്ലാത്ത ലോകമാണ് പരലോകം. അന്ന് ഖേദിച്ച് കാര്യമില്ല. ചിന്തിക്കാനും ആലോചിക്കാനും അള്ളാഹു നൽകിയ അവസരമാണ് ഈ ഭൗതിക ദുനിയാവ്. ഇവിടെ പഠിക്കുക, അറിയുക, വൈജ്ഞാനികമായി മുന്നേറുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്കിൽ ഉറപ്പിച്ചു നിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.